ൻ്റെ ഭാഗത്തു നിന്ന് പ്രോബ്ലംസും അല്ലെങ്കിൽ അയാൾ ഒരുപാട് നിങ്ങളെ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട്, അതായത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വിഷമം വരുന്ന രീതിയിൽ അയാൾ ചിലപ്പോൾ പെരുമാറിയിട്ടൊക്കെ ഉണ്ട്. അതായത് അയാൾക്ക് ഈ റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ഐഡിയയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അതായത് ഇത് എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ അതൊക്കെ ഓർത്തിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി നിങ്ങളെപ്പറ്റി ഒന്നും അയാൾ അത്ര കെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ട്രബിൾ അനുഭവിക്കുന്നുണ്ട് അയാളുടെ ലൈഫിൽ. അതായത് നിങ്ങളോട് കാണിച്ചതിനെയും നിങ്ങൾ ചെയ്തതിനെയൊക്കെ പറ്റി അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അയാൾ അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. അയാൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അയാളുടെ ഉറക്കത്തിൽ അയാൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അയാൾ എഴുന്നേറ്റിരുന്ന് വിഷമിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഓർത്ത്, അതായത് അത് സമ്മതിച്ചു. അയാൾ നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷേ അയാളുടെ അടുത്ത് തന്നെ അത് സമ്മതിച്ചു. അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, നിങ്ങളോട് അങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് അയാൾ ഉള്ളിൽ വിഷമിച്ചുകൊണ്ട് തന്നെ അയാൾ നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളും അയാൾ എന്താ പറയുക അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വിഷമിച്ച്. അപ്പോൾ അതിനെയൊക്കെ പറ്റി ഓർത്ത് അയാൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നത്തെ കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പ് മിക്ക കേസുകളിലും ചിലർക്കൊക്കെ തന്നെയും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ടുള്ളൊരു റിലേഷൻ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒട്ടും വിചാരിക്കാത്തൊരു സമയത്ത്, അതല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം അതങ്ങ് ഭയങ്കര സീരിയസ് ആയിട്ട് പോയിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഒരുപാട്, അതായത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് സ്നേഹവും ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകും, നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെന്നൊക്കെ. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് ചേഞ്ച് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന ഇഷ്ടം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഫീൽ ചെയ്തത്, ഓരോരുത്തർക്കും അറിയാമല്ലോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നടന്നിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ്, എത്രത്തോളം സന്തോഷം വന്നിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ പെട്ടെന്നൊരു സ്വിച്ച് ഇട്ട പോലെ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം അതങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മേ ബി ഇതിൻ്റെ അകത്ത് ചില കേസിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. അതായത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടും ഒരു സോൾ ലെവലിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സോൾ കണക്ഷന് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് പറയുമ്പോഴേ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, രണ്ടുപേരും ചിലപ്പോൾ പിരിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷേ എങ്ങനെയൊക്കെയായാലും ഇത് വീണ്ടും കറങ്ങി തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്കും അറിയാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു കണക്ഷനിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഒരു നല്ല രീതിയിലൊരു സോൾ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ, അതായത് നിങ്ങൾ രണ്ടുപേർക്കും ഈ ഒരു ബന്ധത്തിൽ